തീരദേശത്ത് ചാകരക്കോള്. തീരദേശത്ത് എറിയാട് മുതൽ കാര വാക്കടപ്പുറം വരെ കടലിൽ ചാകരക്കോള്. ഇന്നലെ രാവിലെ മുതലാണ് കടൽ ശാന്തമായി കലങ്ങിമറിഞ്ഞ് ചാകരയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത്. ഇതോടെ വീശുവലകളുമായി മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങി. തിരുതയടക്കം വലയിൽ മീൻ കുടുങ്ങി. ഉച്ചയോടെ ചെറുവഞ്ചികളും വള്ളങ്ങളുമായി മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങി. അഴീക്കോട് മുനക്കൽ അഴിമുഖം വഴി 20ഓളം ചെറുവഞ്ചികളും വള്ളങ്ങളും ഇന്നലെ മീൻ പിടിക്കാനിറങ്ങി. ഇന്നും നാളെയുമായി മറ്റു വള്ളങ്ങളും മീൻ പിടിക്കാൻ ഇറങ്ങാൻ തയ്യാറാവുകയാണ്. ചാകരയുടെ പ്രാഥമിക ലക്ഷണങ്ങളാണ് തീരപ്രദേശത്ത് കണ്ടതെന്ന് മുതിർന്ന മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. ഇതെപ്പോൾ മുതലാണ്? ഇതിപ്പോ ഇന്ന് മുതലാണ്. ഒരാഴ്ചയോളായി തുടങ്ങിയിട്ട്. പക്ഷെ ഭയങ്കര കാറ്റായിരുന്നു. ഇപ്പൊ ഇന്ന് കടൽ കുറഞ്ഞാണ്. ഈ കാറ്റും ഒന്നുമില്ല, വെയിലും ഇല്ലല്ല, മഴയില്ലല്ല. അതിന്റെ പേരിലൊരു കുറവ് ചാകരയാണ്. പ്രതീക്ഷയുണ്ട്. ചാകരയാണ് ഇപ്പൊ കാണുന്നത്. ചാകര ഈ കൂടുതൽ ഉണ്ടാവാറില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും ചാകര പറഞ്ഞത്. അപ്പം ഇത് കൊശം മടക്കൊക്കെ കടൽ കൂടുതലാണ്. കടൽ കുറഞ്ഞിടത്ത് ചാകര നിരക്ക്. അപ്പൊ മീനൊന്നും ആയിട്ടില്ല. വള്ളക്കാർ തള്ളി തുടങ്ങിയിട്ടില്ല. അപ്പൊ തിങ്കളാഴ്ചയോട് തള്ളും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ വഞ്ചികൾ തള്ളിയിട്ടുണ്ട്. കുറേ തള്ളിയിട്ടുണ്ട്. പിന്നെ അവര് വരണം. പണിയുണ്ടെങ്കിൽ അറിയാൻ പറ്റും. വഞ്ചികളെ കഴുകിക്കോടുന്നല്ല വരണണ്ട. എത്ര ഉള്ളു? ചേട്ടൻ്റെ പേരെന്താ? വീട്ടുവരാ പോണത്ത്. ഒരാഴ്ചക്കകം ഇവിടെ മീനെത്തി തുടങ്ങുമെന്നും അതോടെ തീരദേശത്ത് സമൃദ്ധി നിറയുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. കഴിഞ്ഞ വർഷങ്ങളിൽ വടക്കുഭാഗത്ത് അഞ്ചങ്ങാടി തട്ടുംകടവ് മുതലാണ് ചാകരക്കോൾ കാണാറുള്ളത്. പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് എറിയാട് തീരപ്രദേശത്ത് ചാകരയുടെ ലക്ഷണങ്ങൾ കണ്ടത് എന്നതും പ്രത്യേകതയാണ്.